ലോകത്തിലെ ഏറ്റവും ജനപ്രിയമായ പഴങ്ങളിലൊന്നാണ് ഓറഞ്ച്. അതോടൊപ്പം ലോകത്ത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന പഴവും ഓറഞ്ച് തന്നെയാണ്. ഇതിന്റെ രുചിയേക്കാൾ ഉപരി പോഷക സമൃദ്ധവുമാണ്. ഇതിന്റെ വിപണനം, ഭക്ഷ്യ ഉപയോഗങ്ങൾ എന്നിവയാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങൾ വിശദമായി അറിയാൻ വീഡിയോ മുഴുവനായും കാണുക. കൂടാതെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടിയെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന്റെ ലോകവ്യാപനത്തെക്കുറിച്ച് മുൻ എപ്പിസോഡിൽ ഞങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട്. വളരെ പുരാതന കാലം മുതൽ ഇന്ത്യയിലും ചൈനയിലും ഇത് പ്രചാരത്തിലിരുന്നതിനാൽ ആ ചരിത്ര വസ്തുതകളിലേക്കൊന്നും തന്നെ ഞങ്ങൾ പ്രവേശിച്ചില്ല. നിലവിൽ ഇന്ത്യൻ കാലാവസ്ഥയിൽ വളരെ വലിയ ഫലവൃക്ഷമാണ് ഓറഞ്ച്. ഓറഞ്ച് മാർക്കറ്റിന്റെ മൂല്യം ഈ വർഷം 3.84 ബില്യൺ ഡോളറായിരിക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു. 2029 ഇത് 4.79 ബില്യൺ ഡോളറിലെത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. ലോകത്തിലെ സിട്രസ് പഴങ്ങളുടെ ഉൽപ്പാദനത്തിലെ ഭൂരിഭാഗവും ഓറഞ്ചാണ് സംഭാവന ചെയ്തത്. ഇത് ആഗോള സിട്രസ് ഉൽപ്പാദനത്തിന്റെ 50% വരും. വാഴപ്പഴത്തിനും ആപ്പിളിനും ശേഷം മിക്ക രാജ്യങ്ങളിലും വളരുന്ന ഏറ്റവും മികച്ച സിട്രസ് പഴങ്ങളിൽ ഒന്നാണിത്. മന്ദാരിൻ, മധുര ഓറഞ്ച്, നാരങ്ങ എന്നിവയാണ് ഏറ്റവും സാധാരണയായ സിട്രസ് ഇനങ്ങൾ. ഓസ്ട്രേലിയയിൽ നിന്നുള്ള ലെയിൻലേറ്റ്, സ്പെയിനിൽ നിന്നുള്ള നവലേറ്റ്, കാലിഫോർണിയയിൽ നിന്നുള്ള ന്യൂഹാൾ എന്നിങ്ങനെ ആവശ്യമായ ചില ഓറഞ്ച് ഇനങ്ങൾ ഓരോ പ്രദേശത്തും പ്രാദേശികമായി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഉയർന്ന ഉൽപാദനശേഷിയും ലോകമെമ്പാടുമുള്ള കാലാവസ്ഥയും അതിനനുസരിച്ച് ആ പ്രദേശത്ത് രൂപപ്പെടുത്തിയ ഇനങ്ങളും ഓറഞ്ച് ഉൽപാദനത്തെ വളരെയധികം വർദ്ധിപ്പിക്കുന്നു. എന്നിരുന്നാലും പ്രതികൂല പരിതസ്ഥിതി ഘടകങ്ങൾ, ബയോസ്ട്രെസ്, ചില രാജ്യങ്ങളിലെ സർക്കാർ നയങ്ങൾ തുടങ്ങിയ നിരവധി ഘടകങ്ങളാണ് ഓറഞ്ച് ഉൽപാദനത്തെ പ്രതികൂലമായി ബാധിച്ചത്. ആഗോളതലത്തിൽ ഓറഞ്ച് ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന രാജ്യങ്ങളിലൊന്ന് ബ്രസീലാണ്. ഓറഞ്ചിന്റെ അന്താരാഷ്ട്ര വ്യാപാരം പ്രധാനമായും ബ്രസീലും യൂറോപ്യൻ യൂണിയനിലെ മറ്റു രാജ്യങ്ങളുമാണ് നിയന്ത്രിക്കുന്നത്. ഇത് ഓറഞ്ചിന്റെ മൊത്തം ഉള്ള ആഗോള വ്യാപാരത്തിന്റെ 60% വരും. 2022 ഓറഞ്ചിന്റെ ലോകോൽപാദനം 76 ദശലക്ഷം ടൺ ആയിരുന്നു. അതിൽ 20% ബ്രസീലാണ് കയറ്റുമതി ചെയ്തത്. ഇന്ത്യ, ചൈന, മെക്സിക്കോ എന്നിവയൊക്കെ തൊട്ടുപിന്നിൽ ഉണ്ടായിരുന്നു. എന്നാൽ ചൈന, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ടർക്കി എന്നിവരാണ് മുൻനിര ഇറക്കുമതിക്കാരിൽ ചിലർ. USDA റിപ്പോർട്ട് അനുസരിച്ച് ദക്ഷിണാഫ്രിക്കയിലെ ഓറഞ്ച് ഉൽപാദനം വരും വർഷങ്ങളിൽ വർദ്ധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പെട്ടെന്നുള്ള വിളവെടുപ്പ് ആ പ്രദേശത്തെ ഇതിന്റെ കൃഷിയുടെ വളർച്ചയെയും അത് വളരുന്ന പ്രദേശങ്ങളിലെ സീസണിലുടനീളം ശരാശരിക്ക് മുകളിലുള്ള മഴയെയും അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. കൂടാതെ ഇന്ന് ദക്ഷിണാഫ്രിക്ക ലോകമെമ്പാടുമുള്ള 100-ലധികം രാജ്യങ്ങളിലേക്ക് ഓറഞ്ച് കയറ്റുമതി ചെയ്യുന്നു. ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള ഓറഞ്ച് കയറ്റുമതി 2021 1.29 ദശലക്ഷം മെട്രിക് ടണ്ണിലെത്തി. മുൻ വർഷത്തെ അപേക്ഷിച്ച് 3.2% വർധനവ്. ദക്ഷിണാഫ്രിക്കയിലെ ഏറ്റവും വലിയ സിട്രസ് ഇനമാണ് ഓറഞ്ച്. ദക്ഷിണാഫ്രിക്കയുടെ സിട്രസ് കയറ്റുമതിയുടെ ഏകദേശം 60% വരെ വരും. ഇവിടെ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ഇത് വളരുന്നു. ഈ ശൈത്യകാലത്ത് ഉപഭോഗം വളരെ ഉയർന്ന നിലയിലാണ്. കൂടാതെ യൂറോപ്യൻ യൂണിയൻ ദക്ഷിണാഫ്രിക്കയിലെ ഓറഞ്ചിന്റെ ഏറ്റവും വലിയ കയറ്റുമതി വിപണിയായി തുടരുന്നു. ഇത് അവരുടെ മൊത്തം കയറ്റുമതിയുടെ 40% വരും. സിട്രസ് ബ്ലാക്ക് സ്പോട്ട്, ഫോൾസ് കോഡിംഗ് മോത്ത് എന്നീ കീടങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലെ അവരുടെ ഓറഞ്ച് കയറ്റുമതിയെ സാരമായി ബാധിച്ചിരുന്നു. ഓറഞ്ചിന്റെ വർദ്ധിച്ച ഉൽപാദനം, ഉപഭോഗം, വ്യാപാരം എന്നിവയാൽ വരും വർഷങ്ങളിൽ ആഗോള വിപണി വളരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊക്കെ പറയുമ്പോഴും ജനസംഖ്യയും സാമ്പത്തികാവസ്ഥ, കാലാവസ്ഥ, സ്വഭാവ സവിശേഷതകൾ എന്നിവയനുസരിച്ച് ഓറഞ്ച് ഉപഭോഗ രീതികൾ വ്യത്യാസപ്പെടാം. ഓറഞ്ചിന്റെ ഏറ്റവും വലിയ വിപണി ഏഷ്യ പസഫിക് ആണെങ്കിലും ബ്രസീലിന്റെ ശ്രദ്ധേയമായ വിപണി വിഹിതമുണ്ട്. ആഗോളതലത്തിൽ ഓറഞ്ചിന്റെ വലിയ ഉൽപ്പാദകർ ആണെങ്കിലും ഓറഞ്ചിന്റെ മുൻനിര ഉപഭോക്താക്കളിൽ പെടുന്നതാണ് ബ്രസീൽ. അവിടുത്തെ ഉൽപ്പാദനത്തിന്റെ 30%വും ആഭ്യന്തരമായി തന്നെയാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ ബ്രസീലിലെ ഓറഞ്ച് അടിസ്ഥാനപ്പെടുത്തിയുള്ള പ്രധാന ജ്യൂസ് വ്യവസായങ്ങൾ അവരുടെ മുഴുവൻ ഉൽപ്പാദനവും അന്താരാഷ്ട്ര വിപണിയിലേക്ക് കയറ്റുമതി ചെയ്യുന്നു. സമയപരിമിതി കാരണം അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞങ്ങൾ കടക്കുന്നില്ല. എന്നാൽ ഈ ചെടി വികസിപ്പിച്ചെടുത്തെന്ന് കരുതുന്ന നമ്മുടെ ഈ രാജ്യത്തുള്ള ഓറഞ്ചിന്റെ ഉൽപാദനത്തെയും വിപണനത്തെയും കയറ്റുമതിയെയും ഉപഭോഗത്തെയും കുറിച്ചുള്ള മതിയായ രേഖകൾ ലഭ്യമല്ല. അത് ഈ കാർഷിക വിളയെന്നല്ല, പല കാർഷികോൽപ്പന്നങ്ങളുടെയും അവസ്ഥ ഇതുതന്നെയാണ്. കാർഷിക ഉൽപ്പന്നമായാലും വ്യാവസായിക ഉൽപ്പന്നമായാലും അതിന്റെ സാധ്യതകളും അത് നേരിടുന്ന പ്രതിസന്ധികളും അതിന്റെ പരിഹാരങ്ങളും വ്യക്തമായി വിശകലനം ചെയ്യേണ്ട ബാധ്യത നമ്മുടെ രാജ്യത്തിനും നമുക്കുമുണ്ട്. എങ്കിൽ മാത്രമേ ലോകത്തിന്റെ ഏറ്റവും വലിയ കാർഷിക രാഷ്ട്രങ്ങളിൽ ഒന്നായ ഇന്ത്യക്ക് മുൻപന്തിയിലെത്താൻ കഴിയുകയുള്ളൂ.
ലഭ്യമായ രേഖയനുസരിച്ച് നവംബർ 2022 അരുണാചൽ പ്രദേശ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ബോർഡ് ആൻഡ് പ്രോസസ് ഫുഡ് പ്രോഡക്റ്റ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ, ദുബായ് ആസ്ഥാനമായുള്ള ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ എന്നിവയുടെ സഹകരണത്തോടെ UAE-യിലേക്കും ഖത്തറിലേക്കും 6 മെട്രിക് ടൺ ഓറഞ്ച് കയറ്റുമതി ചെയ്തു. അത് ലുലു ഗ്രൂപ്പിന്റെ UAE-യിലെയും ഖത്തറിലെയും ഹൈപ്പർ മാർക്കറ്റുകളിലൂടെയാണ് വിപണിയിലെത്തിച്ചത്. എന്നാൽ 2022 ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് ബ്രസീൽ 16.9 ടണ്ണും ഇന്ത്യ 10.2 ടണ്ണുമായി ഇന്ത്യ 2ാം സ്ഥാനത്തും, ചൈന 7.6 ടണ്ണുമായി 3ാം സ്ഥാനത്തും, മെക്സിക്കോ 4.8 ടണ്ണുമായി 4ാം സ്ഥാനത്തും, 3.4 ടണ്ണുമായി ഈജിപ്ത് 5ാം സ്ഥാനം, 3.1 ടണ്ണുമായി 6ാം സ്ഥാനത്ത് അമേരിക്കയും ഉൽപാദനത്തിലെത്തിയതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ത്യ ഒഴിച്ച് മറ്റു രാജ്യങ്ങളിലെല്ലാം വരും വർഷങ്ങളിലുള്ള അവരുടെ ഉൽപാദനക്ഷമതയെ വിലയിരുത്തിയിട്ടുണ്ട്. അതിൽ പ്രതികൂല കാലാവസ്ഥകൾ നേരിടുന്ന ചില രാജ്യങ്ങൾ ഉൽപാദനത്തിൽ പിന്നിലേക്ക് പോകുമെന്നും അവർ നിരീക്ഷിക്കുന്നുണ്ട്. ഇന്ത്യയുടെ വേണ്ടത്ര ശാസ്ത്രീയ പഠനങ്ങൾ ലഭ്യമല്ലാത്തതിനാലാണ് ആരോഗ്യകരമായ ഒരു വിമർശനത്തിന് ഞങ്ങൾ മുതിർന്നത്. ഞങ്ങളുടെ വിമർശനത്തിന് കക്ഷി രാഷ്ട്രീയ പ്രാധാന്യങ്ങളൊന്നും തന്നെ ഇല്ലെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഓറഞ്ചിന്റെ സ്വാദിഷ്ടമായ രുചിക്കും പോഷക ഗുണങ്ങൾക്കും വേണ്ടി ലോകമെമ്പാടും ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നു. മധുരം മുതൽ പുളി വരെ വ്യത്യസ്തമായ സ്വാദുള്ള ഓറഞ്ചുകൾ തൊലി കളഞ്ഞ് പഴമായി കഴിക്കാം. ജ്യൂസർ അല്ലെങ്കിൽ സ്ക്വീസർ ഉപയോഗിച്ച് പഴങ്ങൾ പിഴിഞ്ഞെടുത്ത് താഴെയുള്ള ട്രേയിലോ ടാങ്കിലോ ജ്യൂസ് ശേഖരിച്ച് ഓറഞ്ച് ജ്യൂസായി ഉപയോഗിക്കുന്നു. ഇത് നമുക്ക് വീട്ടിലോ വൻതോതിൽ വ്യാവസായികമായോ ചെയ്യാം. ഫ്രോസൺ ഓറഞ്ച് ജ്യൂസ് ഓറഞ്ച് പിഴിഞ്ഞ് ഫിൽട്ടർ ചെയ്ത ജ്യൂസിൽ നിന്നാണ് നിർമ്മിക്കുന്നത്. പല രാജ്യങ്ങളും ഓറഞ്ച് ജാമാക്കി കണ്ടുവരുന്നു. ഓറഞ്ച് സ്മൂത്തികൾ സ്വാദും വൈറ്റമിൻ സിയും നൽകുന്നു. ഇത് മറ്റു പഴങ്ങൾ, തൈര്, ഇലക്കറികൾ എന്നിവയുമായി യോജിപ്പിച്ച് രുചികരവും പോഷകപ്രദവുമായ പാനീയമുണ്ടാക്കാം. ബ്രിട്ടനിൽ കൈപ്പേറിയ സെവില്ലെ ഓറഞ്ച് മാർലേഡ് ഉണ്ടാക്കാൻ ഇത് ഉപയോഗിക്കുന്നു. സ്പാനിഷിലെ മുഴുവൻ ഉൽപാദനവും ഈ ആവശ്യത്തിനായി ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്യുന്നു. 1714 മേരി കെറ്റിൽബി എന്ന ഇംഗ്ലീഷുകാരിയാണ് ഇത് ആദ്യമായി തയ്യാറാക്കിയത്. 1790കളിൽ ദണ്ഡിയിലെ ജാനറ്റ് കെയ്ലറാണ് പീല് കഷ്ണങ്ങൾ ആദ്യമായി ചേർത്തത്. ഇതിന് പ്രത്യേക കയ്പുള്ള ഒരു രുചിയാണ്. അതിന്റെ പ്രധാന കാരണം ഓറഞ്ചിന്റെ തൊലിയിൽ അടങ്ങിയിരിക്കുന്ന കൈപ്പേറിയ പദാർത്ഥങ്ങളായ ലിമോണിൻ, നറിങ്കിൻ എന്നിവയാണ്. ഇതിന്റെ തൊലിയുടെ നിറമുള്ള പുറം ഭാഗത്തുനിന്ന് സെസ്റ്റ് ചീകിയെടുക്കുന്നു. ഇത് മധുര പലഹാരങ്ങളിലും കോക്ടെയിലുകളിലും ഒരു സുഗന്ധവും അലങ്കാരവുമായി ഉപയോഗിക്കുന്നു. ഇതിന്റെ തൊലിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ജ്യൂസ് ഒരു വ്യാവസായിക ഉപോൽപ്പന്നമാണ്. ഈ സ്വീറ്റ് ഓറഞ്ച് ഓയിൽ ഭക്ഷണത്തിനും പാനീയങ്ങൾക്കും രുചി നൽകാൻ ഉപയോഗിക്കുന്നു. പെർഫ്യൂം വ്യവസായത്തിൽ സുഗന്ധത്തിനായും അതുകൂടാതെ ആരോമ തെറാപ്പിയിലും ഉപയോഗിക്കുന്നു. ഈ എണ്ണയിൽ ഏകദേശം 90% ലിമോണിൻ അടങ്ങിയിരിക്കുന്നു. ഫർണിച്ചറുകളായ വുഡ് കണ്ടീഷണർ പോലുള്ള ഗാർഹിക വസ്തുക്കളിൽ ലയിക്കുന്ന ലായകവും മറ്റു സിട്രസ് ഓയിലുകൾക്കൊപ്പം ഡിറ്റർജന്റുകളും ക്ലെൻസറുകളും ആയി ഇത് ഉപയോഗിക്കുന്നു. പരിതസ്ഥിതി സൗഹൃദമായതിനാൽ പെട്രോ കെമിക്കലുകളേക്കാൾ പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന നല്ല ഗന്ധമുള്ള ഒരു കാര്യക്ഷമമായ ക്ലീനിങ് ഏജന്റാണിത്. ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ചർമ്മത്തെ പ്രകോപിപ്പിക്കുന്നത് കൂടാതെ ചില ജീവികൾക്ക് വിഷകരവുമാണ്. കേക്കുകൾ, പീസ്, ടാർട്ടുകൾ, പുഡിങ്ങുകൾ എന്നിവയുൾപ്പെടെ പലതരം മധുര പലഹാരങ്ങളിലും ഓറഞ്ച് ഉപയോഗിക്കുന്നു. ഓറഞ്ചിന്റെ സെസ്റ്റും ജ്യൂസും വറുത്ത സാധനങ്ങൾക്ക് സിട്രസ് രസത്തിനായി ചേർക്കാം. ഓറഞ്ച് നീര്, പഞ്ചസാര എന്നിവ ചേർത്ത് സെസ്റ്റ് പോലുള്ള മറ്റു ചേരുവകളിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന മധുരവും പുളിയുമുള്ള സ്പ്രെഡാണ് ഓറഞ്ച് മാർമലേഡ്. ഇത് പലപ്പോഴും ടോസ്റ്റ്, സ്കോൺസ് അല്ലെങ്കിൽ ചീസ് എന്നിവയുടെ അനുബന്ധമായി ചേർക്കുന്നു. ഗ്രിൽ ചെയ്ത ചിക്കൻ, മീൻ, പന്നിയിറച്ചി തുടങ്ങിയ രുചികരമായ വിഭവങ്ങൾക്ക് സുഗന്ധമുള്ള സോസുകളും മാരിനേഡും ഉണ്ടാക്കാൻ ഓറഞ്ച് ജ്യൂസും സെസ്റ്റും ഉപയോഗിക്കാം. ഓറഞ്ചിന്റെ അസിഡിറ്റിയും സിട്രസ് സൗരഭ്യവും ഇതിന് വൈവിധ്യമാർന്ന രുചി നൽകുന്നു. ഓറഞ്ച് ജ്യൂസും സെസ്റ്റും ഒലിവ് ഓയിൽ, വിനാഗിരി, തേൻ, പച്ചമരുന്നുകൾ എന്നിവ ചേർത്ത് രുചികരമായ സലാഡ് ഡ്രസ്സിങ്ങുകൾ ഉണ്ടാക്കാം. ഓറഞ്ചിന്റെ തിളക്കമുള്ളതും പുതുമയുള്ളതുമായ സുഗന്ധം സലാഡുകൾക്ക് ഉന്മേഷദായകമായ ട്വിസ്റ്റുകൾ നൽകും. ഓറഞ്ച് ജാം, ജെല്ലി, ചട്നി എന്നിവയുടെ രൂപത്തിൽ സംസ്കരിച്ച് സൂക്ഷിക്കാം. രുചികരമായ ഭക്ഷണത്തിനായി ഇവ ടോസ്റ്റ് അല്ലെങ്കിൽ ചീസിനോടൊപ്പം കഴിക്കാം. ചുരുക്കി പറഞ്ഞാൽ ഓറഞ്ച് പലതരത്തിൽ ആസ്വദിക്കാൻ കഴിയുന്ന വൈവിധ്യമാർന്ന പഴമാണ്. ഇത് വിവിധ പാനീയങ്ങൾക്കും വിഭവങ്ങൾക്കും രുചിയും പോഷകവും നൽകുന്നു. സമ്പന്നമായ പോഷക ഗുണങ്ങൾ, ബയോ ആക്റ്റീവ് സംയുക്തങ്ങളും കാരണം ഓറഞ്ചിന് നിരവധി ഔഷധ ഗുണങ്ങളുണ്ട്. വെള്ളം, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, നിസ്സാര അളവിൽ കൊഴുപ്പ് കൂടാതെ വൈറ്റമിൻ സിയുടെ സമ്പന്നമായ ഉറവിടവുമാണ്. നമുക്കാവശ്യമുള്ള വൈറ്റമിൻ സിയുടെ പ്രതിദിന ആവശ്യത്തിന്റെ 100% ഇതിൽ നൽകാൻ കഴിയുമെന്ന് ചില പഠനങ്ങൾ പറയുന്നു. ഈ കരോട്ടിനോയിഡുകൾ, ഫ്ലവനോയിഡുകൾ കൂടാതെ ഓറഞ്ചിന്റെ സുഗന്ധം പുറപ്പെടുവിക്കുന്ന അനേകമായ അസ്ഥിര സംയുക്തങ്ങളും ആന്റിഹൈഡുകൾ, ആൽക്കഹോൾ, ഈസറ്റ്, എസ്റ്റേഡ് കൂടാതെ ഫൊളൈറ്റ്, കാൽഷ്യം, പൊട്ടാഷ്യം എന്നിവയുൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന ഫൈറ്റോ കെമിക്കലുകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. നാരങ്ങയെ അപേക്ഷിച്ച് സിട്രിക് ആസിഡിന്റെ 5% മാത്രമേ ഓറഞ്ച് ജ്യൂസിൽ അടങ്ങിയിട്ടുള്ളൂ. ആൽക്കഹോൾ, ആൽഡിഹൈഡുകൾ, കെറ്റോണുകൾ, ടെർപ്പൻസ്, എസ്റ്ററുകൾ എന്നിവയുൾപ്പെടെയുള്ള അസ്ഥിര ജൈവ സംയുക്തങ്ങളിൽ നിന്നാണ് ഓറഞ്ചിന് അതിന്റെ സവിശേഷമായ രുചി ലഭിക്കുന്നത്.
പ്രധാനമായി ഇതിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുകളുടെയും പഞ്ചസാരയുടെയും അനുപാതം നിയന്ത്രിക്കുന്നത് ലിമോണിൻ പോലുള്ള കൈപ്പേറിയ ലിമോണോയിഡ് സംയുക്തങ്ങളാണ്. ഇതിന്റെ വളർച്ചയ്ക്കനുസരിച്ച് ഈ സംയുക്തങ്ങൾക്ക് ക്രമേണ വ്യതിയാനം സംഭവിക്കുകയും കുറഞ്ഞ കയ്പും പഞ്ചസാരയും അമ്ല അനുപാതവുമുള്ള പഴമായി തീരുകയും വിളവെടുപ്പിൽ രുചിയുടെ ഗുണനിലവാരം മെച്ചപ്പെടുകയും ചെയ്യുന്നു. ഒരു സിട്രസ് പഴം എന്ന നിലയിൽ ഓറഞ്ച് അമ്ലമാണ്. ഇതിലടങ്ങിയിരിക്കുന്ന അമ്ലത്തിന്റെ pH ലെവൽ 2.9 മുതൽ 4 വരെയാണ്. ജനിതക പശ്ചാത്തലം, ഇതിന്റെ വളർച്ചാ സമയത്തെ പാരിതസ്ഥിതിക സാഹചര്യങ്ങൾ, വിളവെടുപ്പിലെ പാകമാകൽ, വിളവെടുപ്പിന് ശേഷമുള്ള അവസ്ഥകൾ, സംഭരണ കാലയളവ് എന്നിവയനുസരിച്ച് രുചിയും മണവും വ്യത്യാസപ്പെടുന്നു. നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് ദിവസേന നാരുകൾ ലഭിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കൂടാതെ ദഹനവ്യവസ്ഥയെ നിലനിർത്താൻ സഹായിക്കുകയും നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന കുടൽ ബാക്ടീരിയകൾക്ക് ഈ നാരുകൾ ഭക്ഷണം നൽകുകയും ചെയ്യുന്നു. നാരുകൾ മൂലം മലം വർദ്ധിപ്പിക്കുന്നതിനാൽ ക്രമമായി മലവിസർജനം നടക്കുന്നു. ഇതിൽ നിന്നും നമുക്ക് ആരോഗ്യകരമായ നല്ല ദഹനവ്യവസ്ഥ ഉണ്ടാകുന്നു. കൂടാതെ ഓറഞ്ചിലെ സ്വാഭാവിക പഞ്ചസാരയും എൻസൈമുകളും ദഹനരസങ്ങളെ ഉത്തേജിപ്പിക്കുകയും പോഷകങ്ങളുടെ ആഗിരണം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. നാരുകളാൽ സമ്പുഷ്ടമായ ഭക്ഷണക്രമം ഹൃദ്രോഗം, വൻകുടലിലെ ക്യാൻസർ, പൊണ്ണത്തടി എന്നിവയുടെ അപകടസാധ്യത കുറയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള നിരവധി ഗുണങ്ങൾ നൽകുന്നു. ഇത് നാരുകളുടെ നല്ല ഉറവിടവും വൈറ്റമിൻ സി, ഫൊളൈറ്റ് എന്നിവയാൽ സമ്പുഷ്ടവുമാണ്. വെള്ളത്തിൽ ലയിക്കുന്ന പോഷകമായ വൈറ്റമിൻ സി നിങ്ങളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. ശരീരത്തിന്റെ രോഗപ്രതിരോധ പ്രവർത്തനം, കൊളാജൻ സിന്തസിസ്, ഇരുമ്പാകിരണം എന്നിവയ്ക്കും അതിലേറെ മറ്റ് അനുകൂല ഘടകങ്ങൾക്കും ഇത് വളരെ നല്ലതാണ്. ഉപാപചയം, ഗർഭപിണ്ഡത്തിന്റെയും മറുപിള്ളയുടെയും വളർച്ച, മറ്റു പ്രധാന പ്രക്രിയകളിലും ഇതിൽ അടങ്ങിയിരിക്കുന്ന ഫൊളൈറ്റ് എന്ന വൈറ്റമിൻ ബി പ്രധാന പങ്ക് വഹിക്കുന്നു. ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി ഓക്സിഡന്റ് ഇഫക്റ്റുകളുള്ള വിവിധ ബയോ ആക്റ്റീവ് സസ്യ സംയുക്തങ്ങളുടെ മികച്ച ഉറവിടമാണിത്. ഓറഞ്ചിലെ പ്രധാന ആന്റി ഓക്സിഡന്റുകളിൽ ഒന്നായ സിട്രസ് ഫ്ലവനോയിഡ്, ഹെസ്പെരിഡിൻ ശരീരത്തിൽ രക്തസമ്മർദ്ദം കുറച്ച് വിരുദ്ധ ബാഹ്യാവിഷ്കാരവും ആന്റി ഓക്സിഡന്റ് ഫലങ്ങളും ഉണ്ടാക്കുന്നു. ഈ ആന്റി ഓക്സിഡന്റുകൾ ശരീരത്തിന് ഹാനികരമായ ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കാനും ഓക്സിഡേറ്റീവ് സമ്മർദ്ദവും വീക്കം കുറയ്ക്കുവാനും സഹായിക്കുന്നു. ആരോഗ്യകരമായ ഗുണങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റൊരു സിട്രസ് ഫ്ലവനോയിഡാണ് നാരിങ്കനിൻ. ഇതടങ്ങിയ ഓറഞ്ച് ജ്യൂസ് കുടിക്കുന്നത് രക്തക്കുഴലുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും ശരീരത്തിലെ ആന്റി ഓക്സിഡന്റ് പ്രതിരോധം വർദ്ധിപ്പിക്കാനും സഹായിക്കും. എല്ലാ സിട്രസ് പഴങ്ങളിലും കരോട്ടിനോയിഡ് ആന്റി ഓക്സിഡന്റുകൾ കൂടുതലാണ്. ഇതാണ് ഇതിന് ഓറഞ്ച്, ചുവപ്പ്, മഞ്ഞ നിറങ്ങൾ നൽകുന്നത്. ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് കുടിക്കുന്നത് ചർമ്മത്തിലെ കരോട്ടിനോയിഡുകളുടെ അളവ് വർദ്ധിപ്പിക്കുന്നതായി ഒരു പഠനം കണ്ടെത്തി. ഓറഞ്ചിലെ വൈറ്റമിൻ സിയും ഓക്സിഡന്റുകളും കൊളാജൻ സിന്തസിസ് പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ നല്ല ചർമ്മം നമുക്ക് ലഭിക്കുന്നു. ഇത് ചർമ്മത്തിന്റെ ഇലാസ്റ്റികതയും ഉറപ്പും നിലനിർത്താൻ സഹായിക്കുന്നു. വൈറ്റമിൻ സി ചർമ്മത്തെ സൂര്യാഘാതത്തിൽ നിന്ന് സംരക്ഷിക്കാനും ഹൈപ്പർ പിഗ്മെന്റേഷൻ കുറയ്ക്കാനും മുറിവുണക്കാനും സഹായിക്കും. ഓറഞ്ച് പതിവായി കഴിക്കുന്നത് തിളങ്ങുന്ന നിറത്തിനും ചർമ്മത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും നല്ലതാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ബീറ്റ ക്രിപ്റ്റോക്സാന്തിൻ സംയുക്തം ഒരു ആന്റി ഓക്സിഡന്റായി പ്രവർത്തിക്കുന്നു. അത് ഓക്സിഡേറ്റീവ് നാശത്തിൽ നിന്നും കോശങ്ങളെ സംരക്ഷിക്കുന്നു. കൂടാതെ നിങ്ങളുടെ ശരീരത്തിന് ബീറ്റ ക്രിപ്റ്റോക്സാന്തിനെ വൈറ്റമിൻ എയുടെ സജീവ രൂപമാക്കി മാറ്റാൻ കഴിയും. ചുവന്ന മാംസള ഇനത്തിൽപ്പെട്ട ഓറഞ്ച് ഉയർന്ന അളവിൽ കാണപ്പെടുന്ന ശക്തമായ ആന്റി ഓക്സിഡന്റാണ് ലൈക്കോപിൻ. ഇതിന് വിവിധ ആരോഗ്യ ഗുണങ്ങളുണ്ട്. ഇത് നിങ്ങളുടെ ഭക്ഷണത്തിൽ ആവശ്യത്തിന് കഴിക്കുന്നത് ഹൃദ്രോഗത്തിൽ നിന്നും സംരക്ഷിക്കാൻ സഹായിക്കും. വൈറ്റമിൻ സി ഏറ്റവും അറിയപ്പെടുന്ന, നന്നായി ഗവേഷണ വിധേയമായിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങളും പാനീയങ്ങളും കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. വൈറ്റമിൻ സി രക്തത്തിലെ സാന്ദ്രതയും ഹൃദ്രോഗം, ക്യാൻസർ തുടങ്ങിയ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ള രോഗങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ പതിവായി ഓറഞ്ച് ജ്യൂസ് കഴിക്കുന്നത് ഹൃദ്രോഗ സാധ്യത കുറയ്ക്കും. രക്തത്തിലെ പഞ്ചസാര, LDL, മോശം കൊളസ്ട്രോൾ, കോശജ്വലനാവസ്ഥകൾ, ഡി റിയാക്റ്റീവ് പ്രോട്ടീൻ തുടങ്ങിയ വിട്ടുമാറാത്ത രോഗങ്ങൾ എന്നിവയ്ക്കൊക്കെ ഇത് ഫലപ്രദമായ ഔഷധമാണ്. ശ്വാസകോശാർബുദം, വായിലെ ക്യാൻസർ, വയറ്റിലെ ക്യാൻസർ, തലയിലും കഴുത്തിലും ഉണ്ടാകുന്ന ക്യാൻസർ, ടൈപ്പ് 2 പ്രമേഹം വരാനുള്ള സാധ്യത എന്നിവയൊക്കെ ഇത് കുറയ്ക്കും. 7000-ലധികം ഓസ്ട്രേലിയൻ മുതിർന്നവരിൽ പഠനം നടത്തിയപ്പോൾ ഓറഞ്ചും മറ്റ് സിട്രസ് പഴങ്ങളും മിതമായി കഴിക്കുന്നവർക്ക് 5 വർഷത്തിനുള്ളിൽ പ്രമേഹം കണ്ടെത്താനുള്ള സാധ്യത 36% കുറവാണെന്ന് കണ്ടെത്തി. ഇതൊക്കെ പറയുമ്പോഴും ഓറഞ്ച് മാത്രം കഴിച്ചിരുന്നവരല്ല പരീക്ഷണ വിധേയരായത്, മറ്റു പഴങ്ങളും കഴിച്ചിരുന്നു. എന്നാൽ മറ്റ് ഫ്രൂട്ട് ജ്യൂസ് കുടിക്കുന്ന ആളുകളിൽ ഈ സമാന ഫലം കണ്ടെത്താൻ കഴിഞ്ഞില്ല. വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് അനീമിയ തടയാൻ സഹായിക്കും. ശരീരത്തിന് ആവശ്യമായ അളവിൽ മിനറൽ ഇരുമ്പിന്റെ അഭാവം കൊണ്ടുണ്ടാകുന്ന ഒരു രോഗമാണിത്. ഓറഞ്ച് ഇരുമ്പിന്റെ നല്ല ഒരു ഉറവിടമല്ലെങ്കിലും ഇവ വൈറ്റമിൻ സിയുടെ മികച്ച ഉറവിടമാണ്. അത് ഇരുമ്പ് ആഗിരണം ചെയ്യാനുള്ള ശരീരത്തിന്റെ കഴിവ് വർദ്ധിപ്പിക്കുന്നു. ഓറഞ്ച് ജ്യൂസും ഓറഞ്ചും പോഷകസമൃദ്ധമാണെങ്കിലും ഇവ തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. ഫൈബറിന്റെ ഉള്ളടക്കമാണ് ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം. ജ്യൂസിൽ നാരുകൾ കുറവാണ്. ഓറഞ്ചിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ എ, ലൂട്ടിൻ, സിയാന്താസിൽ തുടങ്ങിയ പോഷകങ്ങൾ കണ്ണിന്റെ ആരോഗ്യത്തിന് ഗുണം ചെയ്യും. ഈ സംയുക്തങ്ങൾ പ്രായവുമായി ബന്ധപ്പെട്ട മാക്കുലർ ഡീജനറേഷൻ, തിമിരം, മറ്റ് കാഴ്ച പ്രശ്നങ്ങൾ എന്നിവയിൽ നിന്നും ഓക്സിഡേറ്റീവ് നാശവും വീക്കവും കുറയ്ക്കുന്നതിലൂടെ കണ്ണുകളെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു.
ഓറഞ്ചിൽ ഉയർന്ന ജലാംശമുള്ളതിനാൽ നമ്മുടെ ശരീരത്തിലെ ജലാംശം നിലനിർത്താനുള്ള നല്ല ഒരു പഴമാണിത്. മൊത്തത്തിലുള്ള ആരോഗ്യം നിലനിർത്തുന്നതിനും ശാരീരിക പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിനും ഓപ്റ്റിമൽ സെല്ലുലാർ പ്രവർത്തനം പ്രോത്സാഹിപ്പിക്കുന്നതിനും ശരിയായ ജലാംശം അത്യാവശ്യമാണ്. ആയുർവേദത്തിൽ ഓറഞ്ചുകൾ അതിന്റെ ചികിത്സാ ഗുണം കൊണ്ട് വളരെയധികം പരിഗണിക്കപ്പെടുന്ന ഒരു ഭക്ഷ്യവസ്തുവാണ്. കൂടാതെ നിരവധി ആരോഗ്യ ഗുണങ്ങൾ ഇത് നൽകുമെന്നും ആയുർവേദം വിശ്വസിക്കുന്നു. ആയുർവേദത്തിൽ ഓറഞ്ചിന് പിത്തത്തെ ശമിപ്പിക്കുന്ന ഗുണമുണ്ടെന്ന് പറയുന്നു. ഓറഞ്ച് കഴിക്കുകയോ അതിന്റെ ജ്യൂസ് കുടിക്കുകയോ ചെയ്യുന്നത് പിത്തദോഷത്തെ സന്തുലിതമാക്കാനും നെഞ്ചരിച്ചിൽ, അസിഡിറ്റി, വീക്കം തുടങ്ങിയ അധിക ചൂടിന്റെ ലക്ഷണങ്ങളിൽ നിന്നും മോചനം നേടാനും സഹായിക്കും. ഓറഞ്ചിനെ ആയുർവേദത്തിൽ ദഹന ടോണിക്കായി കണക്കാക്കപ്പെടുന്നു. ഇത് ദഹനാഗ്നിയെ ഉത്തേജിപ്പിക്കുമെന്ന് കരുതുന്നു. ഓറഞ്ചിൽ കാണപ്പെടുന്ന സ്വാഭാവിക എൻസൈമുകളും അസിഡിറ്റിയും വിശപ്പ് ഉത്തേജിപ്പിക്കാനും ദഹന സംബന്ധമായ അസ്വസ്ഥതകൾ ലഘൂകരിക്കാനും കഴിയും. ഭക്ഷണത്തിന് മുമ്പ് ലഘുഭക്ഷണമായി ഇത് കഴിക്കാവുന്നതാണ്. ഓറഞ്ചുകൾക്ക് നേരിയ വിഷാംശം ഇല്ലാതാക്കാനുള്ള ഗുണങ്ങളുണ്ട്. ഇത് ശരീരത്തിൽ നിന്ന് ആയുർവേദത്തിലെ അമ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്ന വിഷവസ്തുക്കൾ ഇല്ലാതാക്കാൻ സഹായിക്കും. ഇതിന്റെ നാരും വെള്ളവും മൂലമുണ്ടാകുന്ന മലവിസർജന സഹായവും ദഹനനാളത്തിൽ നിന്ന് വിഷവസ്തുക്കളെ പിന്തള്ളാൻ സഹായിക്കുന്നു. കാലാനുസൃതമായ ശുദ്ധീകരണത്തിനും വിഷാംശം ഇല്ലാതാക്കുന്നതിനും ഓറഞ്ച് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വഴി ശരീരത്തെ ശുദ്ധീകരിക്കുന്നത് മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യും. ആയുർവേദത്തിൽ ഓറഞ്ചിനെ രസായന ഭക്ഷണമായി കണക്കാക്കുന്നു. ഇത് ഊർജവും പ്രതിരോധശേഷിയും വർദ്ധിപ്പിക്കുന്നു. ജലദോഷത്തിന്റെയും പനിയുടെയും കാലഘട്ടത്തിൽ ഓറഞ്ച് പതിവായി കഴിക്കുന്നത് അണുബാധയിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കുകയും രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ആയുർവേദത്തിൽ മനസ്സിനെ ശാന്തമാക്കാനുള്ള ഗുണം ഇതിനുണ്ടെന്ന് കരുതുന്നു. ഓറഞ്ചിന്റെ ഉന്മേഷദായകമായ സൗരഭ്യവും രുചിയും മനസ്സിലും ഇന്ദ്രിയങ്ങളിലും ശാന്തമായ സ്വാധീനം ചെലുത്തുന്നു. ആയുർവേദത്തിൽ ഓറഞ്ച് പോലുള്ള സിട്രസ് പഴങ്ങൾ മാനസിക വ്യക്തത, വൈകാരിക സന്തുലിതാവസ്ഥ, ക്ഷേമബോധം എന്നിവ വളർത്തുന്ന സാത്വിക ഭക്ഷണമായി കണക്കാക്കുന്നു. ശ്രദ്ധാപൂർവമായ ഭക്ഷണ പരിശീലനത്തിന്റെ ഭാഗമായി ഓറഞ്ച് കഴിക്കുന്നത് മനസ്സിനെ ശാന്തമാക്കാനും മാനസികാവസ്ഥ ഉയർത്താനും മാനസിക സമാധാനം പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കും. ഇത് കൂടാതെ രോഗപ്രതിരോധ പിന്തുണ, ആന്റി ഓക്സിഡന്റ് സംരക്ഷണം എന്നിവയൊക്കെ ആയുർവേദവും എടുത്തു പറയുന്നു. സന്തുലിതവും പുനർജീവിപ്പിക്കുന്നതും പോഷിപ്പിക്കുന്നതുമായ ഗുണങ്ങൾ കാരണം ഓറഞ്ചുകൾക്ക് ആയുർവേദത്തിൽ ഒരു പ്രത്യേക സ്ഥാനം തന്നെ ഉണ്ട്. നിങ്ങളുടെ ഭക്ഷണത്തിൽ ഓറഞ്ച് പഴമായോ ഓറഞ്ച് ജ്യൂസ് അല്ലെങ്കിൽ പുറംതൊലി എന്നിവ ചേർക്കുന്നത് ആയുർവേദ തത്വങ്ങൾക്കനുസരിച്ച് നല്ല ആരോഗ്യത്തിനും സംരക്ഷണത്തിനും കാരണമാകും. ലോകമെമ്പാടും പ്രചാരമുള്ള ഒരു പഴച്ചാറാണ് ഓറഞ്ച് ജ്യൂസ്. പാക്കറ്റുകളിൽ ലഭിക്കുന്ന ഓറഞ്ച് ജ്യൂസ് അതിന്റെ നിർമ്മാണ പ്രക്രിയകളിലെ ചില സങ്കീർണ പ്രോസസ്സുകളിലൂടെ അതിന്റെ ഔഷധ മൂല്യങ്ങൾ നഷ്ടപ്പെടാം. വീഡിയോ നീണ്ടുപോകുന്നതിനാൽ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ അതൊരു വീഡിയോ ആയി ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. എന്നിരുന്നാലും ഈ മധുരപാനീയം നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാകുമെന്ന് ചില ശാസ്ത്രജ്ഞരും ആരോഗ്യ വിദഗ്ധരും ആശങ്കാകുലരാണ്. ഞങ്ങളുടെ പഠനങ്ങളും അതിനെ സ്ഥിരീകരിക്കുന്നതാണ്. ഓറഞ്ച് കഴിക്കുന്നത് കൊണ്ടുള്ള പൊതുവായ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപൂർവമാണെങ്കിലും ഓറഞ്ചിന് അലർജികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓറഞ്ചിനോട് അലർജി ഉണ്ടെങ്കിൽ ഓറഞ്ച് കഴിക്കുകയോ ജ്യൂസ് കുടിക്കുകയോ ചെയ്യുന്നത് ഒഴിവാക്കുക. നെഞ്ചിരിച്ചിൽ അനുഭവപ്പെടുന്ന ആളുകൾക്ക് ഓറഞ്ച് കഴിക്കുന്നത് രോഗലക്ഷണങ്ങൾ കൂടുതൽ വഷളാക്കും. ഓറഞ്ചിൽ ഓർഗാനിക് അമ്ലങ്ങൾ അടങ്ങിയിരിക്കുന്നതിനാലാണിത്. ഇതിന്റെ പ്രധാന കാരണം സിട്രിക് ആസിഡും അസ്കോർബിക് ആസിഡുമാണ്. ഇത് പ്രധാനമായും ഫുഡ് സപ്ലിമെന്റ് ആണെങ്കിലും ഒരു സമയം വളരെയധികം വൈറ്റമിൻ സി നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ നാരുകളും പഞ്ചസാരയും നൽകും. അത് ഓക്കാനം, ഛർദിൽ, വയറിളക്കം, വയറുവേദന, തലവേദന, ഉറക്കമില്ലായ്മ എന്നിവയ്ക്ക് കാരണമാകാം. ഇതിൽ ഉയർന്ന അളവിൽ ആസിഡ് അടങ്ങിയിരിക്കുന്നതിനാൽ ഗ്യാസ്ട്രോ ഇസോഫേഷ്യൽ റിഫ്ലക്സ് രോഗത്തിന്റെ ലക്ഷണങ്ങൾ വഷളാക്കും. നിങ്ങൾ ബീറ്റ ബ്ലോക്കറുകൾ എടുക്കുകയാണെങ്കിൽ ധാരാളം ഓറഞ്ച് കഴിച്ചാൽ നിങ്ങളുടെ പൊട്ടാസ്യത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും വൃക്ക തകരാറിലേക്ക് നയിക്കുകയും ചെയ്യും. നിങ്ങളുടെ ശരീരം ആവശ്യത്തിലധികം ഇരുമ്പ് സംഭരിക്കുകയാണെങ്കിൽ ഹീമോക്രോമറ്റോസിസ് എന്ന അവസ്ഥ ഉണ്ടാകാം. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഉയർന്ന അളവിലുള്ള വൈറ്റമിൻ സി നിങ്ങളുടെ ശരീരത്തിലേക്ക് കൂടുതൽ ഇരുമ്പ് ശേഖരിക്കുകയും കോശങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഓറഞ്ച് ജ്യൂസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കുറച്ചധികം പഞ്ചസാര ലഭിക്കുകയും ഉൽപാദനത്തിൽ കുറച്ച് നാരുകൾ നഷ്ടപ്പെടുകയും ചെയ്യും. അമിതമായ പഴച്ചാറുകൾ ശരീരഭാരം വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകാം. ഇത് നിങ്ങളുടെ ഹൃദ്രോഗ സാധ്യതയും പ്രമേഹ സാധ്യതയും വർദ്ധിപ്പിക്കും, പ്രത്യേകിച്ചും മധ്യവയസ്സിൽ. എന്നാൽ ഓറഞ്ചിൽ നിന്ന് നേരിട്ട് നിർമ്മിക്കുന്ന ഫ്രഷ് ജ്യൂസോ ഓറഞ്ച് കഴിക്കുന്നതോ നല്ലതാണ്. ഇതൊക്കെ പറയുമ്പോഴും ഓറഞ്ച് പലതരത്തിൽ ആസ്വദിക്കാൻ കഴിയുന്ന വൈവിധ്യമാർന്ന ഒരു പഴമാണ്. ഇത് വിവിധ വിഭവങ്ങൾക്കും പാനീയങ്ങൾക്കും രുചിയും പോഷകവും നൽകുന്നു. ഇവിടെ നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ധാരാളം സവിശേഷതകൾ വിശദമായ പഠനത്തിന് ശേഷം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. അതിലുപരി പരമാവധി പ്ലാന്റുകൾ കണ്ടെത്തി അത് നിങ്ങൾക്ക് മുന്നിലെത്തിക്കാനും ശ്രമിക്കുന്നു. അപൂർവങ്ങളായ ധാരാളം ചെടികൾ ഐവി പാരഡൈസിന്റെ ഷോപ്പിംഗ് സൈറ്റിൽ ലഭ്യമാണ്. അവ സൈറ്റിൽ നിന്നോ ഈ വീഡിയോയിൽ പറയുന്ന വാട്സപ്പിൽ ബന്ധപ്പെട്ടോ വാങ്ങാവുന്നതാണ്. ഓറഞ്ചിന്റെ വിപണനം, അതിന്റെ ഭക്ഷ്യവൈദ്യ ഉപയോഗങ്ങൾ എന്നിവ അടങ്ങിയിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടികളെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്ന് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.